Good morning to all of you. Today we are going to discuss about stock levels of materials. It is one of the techniques of inventory control. One of the objectives of material control is to maintain the stock of raw material as low as possible and to ensure the availability of materials as and when required. Overstocking leads to unnecessary blocking up of working capital, and understocking may interrupt production. The object of fixing stock levels is to maintain required quantity of materials in the store and thereby reducing the store's expenses to the minimum. മെറ്റീരിയൽ കൺട്രോളിനുള്ള രണ്ടാമത്തെ ടെക്നിക്സ് ആയിട്ടാണ് സ്റ്റോക്ക് ലെവൽസ് ഓഫ് മെറ്റീരിയൽസ് ഇവിടെ പരാമർശിക്കുക. ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ഉണ്ടാകാതെ പ്രൊഡക്ഷൻ തടസ്സപ്പെടാത്ത രീതിയിൽ നമ്മളുടെ സ്റ്റോർ റൂമിൽ എത്രമാത്രം മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന തീരുമാനമാണ് ഇവിടെ എടുക്കേണ്ടത്. അങ്ങനെയുള്ള സ്റ്റോക്ക് ലെവൽസ് പ്രധാനമായും മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, റീഓർഡർ സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. First one is minimum stock level or safety stock. അതായത് ഒരു വെയർഹൗസിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ ഏറ്റവും മിനിമം എത്രമാത്രം മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന തീരുമാനമാണ് മിനിമം സ്റ്റോക്ക് ലെവൽ വരിക. ആ മിനിമം സ്റ്റോക്ക് ലെവലിലേക്ക് താഴെയാണ് നമ്മളുടെ സ്റ്റോക്ക് എങ്കിൽ, അഥവാ മിനിമം സ്റ്റോക്ക് ലെവലിന് താഴെയാണ് മെറ്റീരിയൽ എങ്കിൽ നമ്മളെ സംബന്ധിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റാതെ വരാം, പ്രൊഡക്ഷൻ തടസ്സപ്പെടാം. അപ്പം അതുകൊണ്ട് മിനിമം സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എന്ന് നമുക്ക് പറയാം. മെറ്റീരിയൽ ഏറ്റവും ആവശ്യത്തിന് മാത്രം നമ്മൾ സൂക്ഷിക്കുക, പ്രൊഡക്ഷൻ മുമ്പോട്ട് പോകാൻ സാധിക്കുക. ഇങ്ങനെയുള്ള സ്റ്റോക്ക് ലെവലിനെയാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് സൂചിപ്പിക്കുക. Minimum stock level is the minimum quantity or minimum number of units of material to be made available in the store at any time. Materials should not be allowed to fall below this level. If the stock goes below this level, production may be held up for want of materials. This stock level is also known as safety സ്റ്റോക്ക് ലെവൽ. തുടർന്ന് ഒരു മിനിമം സ്റ്റോക്ക് ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്? ഒന്ന്, ലീഡ് ടൈം ഓർ റീ ഓർഡർ പീരിയഡ്. അതായത് നമ്മളുടെ മെറ്റീരിയൽ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് നമുക്കത് നമ്മളുടെ സ്റ്റോർ റൂമിൽ എത്തും, അതിനാവശ്യമായിട്ടുള്ള ഒരു ടൈം. അപ്പോൾ അതാണ് ലീഡ് ടൈം ഓർ റീഓർഡർ പീരിയഡ് എന്ന് പറയുക. ടൈം റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് ഫ്രഷ് ഡെലിവറി ഓഫ്
മെറ്റീരിയൽ. മറ്റൊന്ന് റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ ഡ്യൂറിങ് ദ ലീഡ് ടൈം. ആ ലീഡ് ടൈമിൽ നമ്മളുടെ മെറ്റീരിയലിൻ്റെ കൺസംഷൻ റേറ്റ് എങ്ങനെയാണ്. ദെൻ മറ്റൊന്ന് റീ ഓർഡർ ലെവൽ. എങ്ങനെയാണ് ഒരു മിനിമം സ്റ്റോക്ക് ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അത് എത്ര ക്വാണ്ടിറ്റി നമുക്ക് വേണം. മിനിമം സ്റ്റോക്ക് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് ആനുപാതികമായി ഒരു മിനിമം സ്റ്റോക്ക് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് മിനിമം സ്റ്റോക്ക് നമ്മൾ സ്റ്റോർ റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീ ഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരിയഡ് എന്നുള്ളതാണ്. ഇഫ് നോർമൽ ഓർ ആവറേജ് കൺസംഷൻ ഈസ് നോട്ട് ഗിവൺ, it is equal to minimum consumption plus maximum consumption divided by 2. നോർമൽ കൺസംഷൻ നമുക്ക് നേരിട്ട് തന്നിട്ടില്ല എങ്കിൽ മിനിമം കൺസംഷൻ പ്ലസ് മാക്സിമം കൺസംഷൻ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും നോർമൽ കൺസംഷൻ എന്ന് പറയുക. റീഓർഡർ ലെവലും റീഓർഡർ പീരീഡും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ലഭ്യവുമായിരിക്കും. അടുത്തത് മാക്സിമം സ്റ്റോക്ക് ലെവലാണ്. അതായത് പരമാവധി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലിനെയാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുക. അങ്ങനെ മാക്സിമം സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കാം, കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് കുറയ്ക്കാം, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അതിൻ്റെ കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ്, റിസ്ക് ഓഫ് ഒബ്സലൻസ് തുടങ്ങിയവയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടത്? റീഓർഡർ ലെവൽ, റീഓർഡർ ക്വാണ്ടിറ്റി, മിനിമം റേറ്റ്സ് ഓഫ് കൺസംഷൻ, മിനിമം റീഓർഡർ പീരിയഡ്. So maximum stock level is that level of stock above which the stock in hand should never be allowed to exceed. It is the largest quantity of a particular material which may be held in the store at any time. Next one is reorder stock level. It is fixed somewhere between maximum and minimum levels in such a way that fresh supplies are received only just before the minimum level is reached. മാക്സിമം ലെവലിനും മിനിമം സ്റ്റോക്ക് ലെവലിനും ഇടയ്ക്കുള്ള ലെവലിനെയാണ് റീഓർഡർ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുക. എന്ന് പറയുമ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതിൻ്റെ പർച്ചേസ് ഡിക്വസിഷൻ തയ്യാറാക്കി കൊടുക്കുകയും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലൈക്കായിട്ട് അതിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ടൈമാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ലെവലാണ് റീഓർഡർ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുക. അതായത് മിനിമം സ്റ്റോക്ക് ലെവലിൽ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആ പർച്ചേസ് റിക്വസിഷൻ തയ്യാറാക്കി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുകയും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിന് അതിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് റീഓർഡർ സ്റ്റോക്ക് ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതായത് നമ്മളുടെ സ്റ്റോർ റൂമിലെ മെറ്റീരിയൽ വീണ്ടും ആ പഴയ ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ആ ലെവലാണ് റീഓർഡർ സ്റ്റോക്ക് ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. റീഓർഡർ level is the stock level at which the stores department issues purchase requisition and the purchasing department places order for fresh supply of materials. Reorder level is equal to maximum consumption into maximum reorder period or
minimum stock level plus normal consumption into normal reorder period. Next one is average stock level. Average stock level is the average quantity of materials to be kept in the store. Average stock level is equal to minimum level plus half reorder quantity. The average stock level is also regarded as the average of maximum and minimum stock levels. That is, average stock level is equal to minimum level plus maximum level divided by 2. അടുത്തത് ഡേഞ്ചർ ലെവലാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അപകടകരമായിട്ടുള്ള സ്റ്റോക്ക് ലെവലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മിനിമം സ്റ്റോക്ക് ലെവലിനും താഴേക്ക് പോകുന്ന സാഹചര്യമാണ് ഡേഞ്ചർ ലെവൽ. അപ്പോൾ ആ സാഹചര്യത്തിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നതിന് വളരെ കോഷ്യസ് ആയിരിക്കണം. അതുപോലെ തന്നെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എമർജൻസി സപ്ലൈ നൽകേണ്ടതുണ്ട്. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മളുടെ പ്രൊഡക്ഷൻ നിന്നു പോകാനുള്ള സാധ്യതയുണ്ട് മെറ്റീരിയൽ ലഭ്യമല്ലാത്തതിനാൽ. സോ ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ ഈസ് ദി ലെവൽ set below the minimum stock level at which the stores department is cautious in issuing materials. Danger stock level is equal to average consumption into emergency supply time. അടുത്തതായി എന്താണ് റീഓർഡർ പീരിയഡ്? റീഓർഡർ പീരീഡിനെ നമ്മൾ ലീഡ് ടൈം എന്നും വിളിക്കാറുണ്ട്. ഈ റീഓർഡർ പീരീഡ് 3 തരത്തിലുണ്ട്. മിനിമം റീഓർഡർ പീരീഡ്, മാക്സിമം റീഓർഡർ പീരീഡ് ആൻഡ് നോർമൽ റീഓർഡർ പീരീഡ്. റീഓർഡർ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് നമുക്ക് ആ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത് കിട്ടും എന്നതിൻ്റെ ടൈമാണ് റീഓർഡർ പീരീഡ് എന്ന് പറയുക. ഇത് പലപ്പോഴും ദിവസങ്ങളായിട്ടോ ആഴ്ചയിലോ മാസമായിട്ടോ ഒക്കെ ആയിരിക്കാം പറയുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ ജൂലൈയിൽ ഓർഡർ കൊടുക്കുന്നു, അത് സെപ്റ്റംബറിലാണ് കിട്ടുന്നത് എങ്കിൽ ആ ടൈമാണ് എന്തെന്ന് പറയുക, അതിൻ്റെ റീഓർഡർ പീരീഡ് എന്ന് പറയുക. ഇനി നോർമൽ റീഓർഡർ പീരീഡ് നമ്മൾ കാണുക. മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ് ഡിവൈഡഡ് ബൈ 2. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് സ്റ്റോക്ക് ലെവൽസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായി എഴുതുക, അത് പഠിക്കുക, അത് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കൂ. നോട്ട്ബുക്കൊക്കെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കരുതട്ടെ. ഇടയ്ക്ക് നിങ്ങളോടത് ഓർമ്മയിൽപ്പെടുത്തുക. എഴുതുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് പഠിക്കാൻ കൂടുതൽ എളുപ്പമാകും എന്നുള്ളത് കൊണ്ടാണ്. ഓൺലൈൻ സംവിധാനത്തിലാണ് ക്ലാസ്സുകൾ മുമ്പോട്ട് പോവുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ, ഇപ്പോൾ നമ്മളുടെ ഒരു മൊഡ്യൂൾ കഴിഞ്ഞു, 2ാമത്തെ മൊഡ്യൂളിലാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നോട്ട് എഴുതി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തരുന്ന മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളൊക്കെ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടാവാം എന്ന് പ്രതീക്ഷിക്കുന്നു. പുസ്തകം വാങ്ങാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഞാൻ തരുന്ന മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് നോട്ട് ചെയ്യാം. പുസ്തകത്തിലെ തന്നെ കാര്യങ്ങളാണ് ഞാൻ നൽകുക. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളുടെ നോട്ട്ബുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അത് നിങ്ങളുടെ
ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻ്റായിട്ട് ഇക്വേഷൻ നന്നായിട്ട് പഠിച്ച് ഓരോ ലെവലിൻ്റെയും ഇക്വേഷൻ മാത്രം സബ്മിറ്റ് ചെയ്യുക. അവിടെ പല ലെവലുകൾക്കും പല ഇക്വേഷൻസ് നൽകുന്നുണ്ട്. എല്ലാ ഇക്വേഷനും നമ്മൾ പഠിക്കണം. കാരണം ക്വസ്റ്റ്യനിൽ എന്താണോ തരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്റ്റോക്ക് ലെവൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.